1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 14, 14, 15. I don't know Malayalam, but I love Malayali people and ഏത് സൈക്കിളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഏത് സൈക്കിളിനകത്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്ട്രേഷൻ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട എക്സിബിഷൻ സെൻറ്ററിലേക്ക് കടക്കുകയാണ്. റൈഡ് ഏഷ്യ 2021. ആദ്യം നമ്മൾ കയറുന്ന സ്റ്റോൾ എന്ന് പറയുന്നത് ദാസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അത് ശരിക്കും സ്പെയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള സ്പെയേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഫാസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടെ നമുക്ക് സിംഗിൾ സ്പീഡ് സൈക്കിൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ MDBs, സിംഗിൾ സ്പീഡ് MDBs ഉണ്ട്. പിന്നെ ഫാറ്റ് ബൈക്സ്, ഇങ്ങനെ പല തരത്തിലുള്ള ബൈസൈക്കിൾസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. എല്ലാത്തിലും കോമ്പോണൻസ് എല്ലാം ചീപ്പായിട്ടുള്ള കോമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റാൾ വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തതകളൊന്നും നമുക്കിവിടെ കാണാനില്ല. കുറച്ച് സാധാ സൈക്കിളുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് എന്തൊക്കെ കണ്ടോ അതുപോലത്തെ തന്നെ കുറേ സിംഗിൾ സ്പീഡ് സൈക്കിൾസ്, MDB സിംഗിൾ സ്പീഡാക്കിയ കുറേ സൈക്കിൾസും നമ്മുടെ ലോക്കൽ ഗിയേഴ്സുള്ള കുറച്ച് ഗിയർ സൈക്കിളുമാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അടുത്ത സ്റ്റാളിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മൾ എയ്സ് ഇൻഡസ്ട്രീസ് ആണ് കാണുന്നത്. എയ്സ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റാളാണിത്. ഇവിടെയും കുറേ ഗിയർ സൈക്കിൾസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഫാറ്റ് ബൈക്ക് കാണാം. നമ്മൾ ഷിമാനോ ഗ്രൂപ്പ് സെറ്റൊക്കെ വരുന്നൊരു ബൈക്കാണ് ഈ കാണുന്നത്. ഗോൾ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. നമ്മൾ ശരിക്കും ആദ്യമായിട്ട് കാണുന്നതാണ്. കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഷിമാനോ അല്ല, മൈക്രോ ഷിഫ്റ്റും അല്ല കാണുന്നത്, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്. ചായ് ചാങ് എന്നുള്ളൊരു ഷിഫ്റ്റേഴ്സാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ഗിയർ സൈക്കിൾസ് ഉണ്ട്, സിംഗിൾ സ്പീഡ് സൈക്കിൾസ് ഉണ്ട്, ഫാറ്റ് ബൈക്സ് ഉണ്ട്. അങ്ങനെ കുറേ റേഞ്ചാണ് ഇവരയിലുള്ളത്. ശരിക്കും നമ്മുടെ ബൈസൈക്കിൾ ഇൻഡസ്ട്രി ഒരു പഴയ സ്റ്റൈലിലുള്ള സൈക്കിളിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാവരും പുതിയ സൈക്കിൾ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരുപാട് എക്സിബിഷൻ, ലൈക്ക് ലുധിയാനൊക്കെ വെച്ച് റെഗുലറായിട്ട് നടക്കുന്ന സീഫോസ് എക്സിബിഷനൊക്കെ ഒരെണ്ണത്തിന് പങ്കെടുത്തതാണ്. അതിന് വെച്ചിട്ട് റൈഡ് ഏഷ്യയുടെ ഈ എക്സിബിഷനിൽ കാണുന്ന സൈക്കിൾസൊക്കെ കുറേ ഒരു ഇമ്പോർട്ടഡ് സൈക്കിൾസും, പക്ഷേ അതിലൊക്കെ ക്വാളിറ്റി ബേസിൽ കുറേ അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും പക്ഷേ ഈ അവർ അനുകരിക്കാൻ നോക്കും. തീർച്ചയായും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളെ അനുകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ഇൻ ഫ്യൂച്ചറിൽ നല്ലൊരു സൈക്കിളിലേക്ക് ആളുകൾ മാറാനുള്ള ഒരു കാരണമാണ് ഇത്. എന്തായാലും ഈ ടൈപ്പ് ഓഫ് സൈക്കിൾ എല്ലാവരും പണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുക സാധാ സൈക്കിൾസും നമ്മുടെ ഹെർക്കുലീസ്, ഹീറോ, അറ്റ്ലസ്, അവരുടെ കുറേ ബ്രാൻഡ്സുകൾ, ക്രോസ്, ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ പുതിയ ബ്രാൻഡുകൾ, അതെല്ലാം ഗിയർഡാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. എല്ലാ സൈക്കിളും ഗിയർ ഇല്ലെങ്കിലും ആ ഷേപ്പെങ്കിലും നമ്മൾ കഴിഞ്ഞ 2 സ്റ്റോളിൽ കയറിയപ്പോൾ അങ്ങനെയാണ്. അതെ, തീർച്ചയായും. നമുക്ക് ഇനിയും കണ്ടു നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കൊന്ന് മുന്നോട്ട് പോകാം. നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം, ഇനിയും കാണാം. ഇനി അടുത്ത നമ്മൾ കാണുന്ന ഗുർസാം ഇൻ്റർനാഷണലിൻ്റെ പ്ലൂട്ടസ്. ശരിക്കും ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കിതൊന്നും എന്താ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കത്തില്ല. കാര്യം നല്ല പ്രോഡക്റ്റ്സ് കണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് ദഹിക്കത്തില്ല. കാര്യം ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ വെറും ലോക്കലാണ്. ഇതാണല്ലേ സിംഗിൾ സ്പീഡ് വണ്ടി, ഓൾമോസ്റ്റ് ഗിയർ സൈക്കിൾ ഷേപ്പ്, എല്ലാം ഗിയർ സൈക്കിളിൻ്റെ ഷേപ്പാണ്. അതുപോലെ തന്നെ ഡബിൾ വാൾ അലോറിമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഹോൾസെയിൽ പ്രൈസിംഗ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസും കാര്യങ്ങളൊന്നും ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ശരിക്കും നിങ്ങൾ ആ ഒരു ബ്രാൻഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട അവിടെ റോഡ് ബൈക്ക് ഇരിക്കുന്നുണ്ടോ? ആ റോഡ് ബൈക്ക് ഒന്ന് കണ്ടല്ലോ, വോൾഫ്. അവരുടെ റോഡ് ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ശരിക്കും നമ്മൾ വീണ്ടും ഒരു 10 വർഷം പുറമോട്ട് പോകുന്ന പോലെയാണ് ആ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. വളരെ ഓൾഡായിട്ടുള്ള മോഡലാണ് ആ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ പറ്റുന്നൊരു ഡിസൈൻ, പിങ്കും വൈറ്റും ആയിട്ടുള്ളത്. ഓൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ കളർ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുതിയ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഹബ്ബ്, ഇതൊക്കെ ശരിക്കും ബേസ് മോഡൽ സാധനങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്സ് ആണ്. ഇതെല്ലാം ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്നത്. റിംസ്, ഷോക്ക് അബ്സേഴ്സ്, ഇങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്കിലാണ്. ഇതേണ്ട ബാബുക്കായ്ക്ക് വിശക്കെന്ന് പറഞ്ഞു. പാവ് ബജിയുണ്ട്. അതുപോലെ തന്നെ ബാബുക്കായ്ക്ക് ബ്രൗൺ ബ്രെഡും വെജിറ്റബിൾ സാൻഡ്വിച്ച് അല്ലേ? ഓക്കെ. ഞങ്ങൾ പ്യൂർ വെജാണ്. അല്ല, അത് ഒരു സേഫാണ് എപ്പോഴും. നമുക്ക് നോൺ വെജ് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണെന്ന്. ഇപ്പോഴും ഡൽഹിയിൽ വന്നിട്ട് മീൻ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നില്ല അത് അത്ര നല്ലൊരു സിസ്റ്റമാണെന്നുള്ളത്. കാരണം ഡൽഹിയിൽ മീനൊക്കെ കുറച്ചുകൂടി കോൾഡ് സ്റ്റോറേജിൽ വരുന്ന മീനുകളും അല്ലെങ്കിൽ മീറ്റാണെങ്കിലും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റും. പക്ഷേ വെജ് ആകുമ്പോൾ നമുക്ക് സേഫാണ്. അത് വെറൈറ്റി വെജ് നമുക്ക് ട്രൈ ചെയ്യാനും പറ്റും ഡൽഹിയിൽ ഒരുപാട്.
ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകണം. ഓക്കെ, അതായത് നമുക്ക് പരിചയമുള്ള സൺക്രോസ്, അതുപോലെ സഫൽ, KMC, പോളി സ്പോർട്സ്, റാലി, ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും, അതുപോലെ തന്നെ ഹൈ എൻഡ് എടുക്കുകയാണെങ്കിൽ ലാപ്പിയർ, ഇങ്ങനെയുള്ള ബ്രാൻഡിൻ്റെയൊക്കെ ഇമ്പോർട്ടേഴ്സാണ്. ഇത് സഫലിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻഫിനിറ്റി, നമ്മുടെ സ്റ്റോറിലൊക്കെ സാധാരണ കാണുന്ന ഇൻഫിനിറ്റിയുടെ ലൈറ്റ്സ്, ഹെഡ് ലൈറ്റ്സ്, ടൈൽ ലൈറ്റ്സ്, KMC ചെയിൻസ് ഉണ്ട്. ഇത് നമുക്ക് സഫലിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ് കാണുന്നത്. നമുക്ക് പഴയ റാലി സൈക്കിൾസ് 7425 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് കാണിക്കുന്നത്. കാഴ്ചയിൽ പ്രൗഢിയൊന്നും മാറിയിട്ടില്ല, നല്ല പ്രൗഢിയിൽ തന്നെയാണ് സൈക്കിളുള്ളത്. പക്ഷേ ക്വാളിറ്റിയിലാണ് നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും ഇന്ത്യൻ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിലെ ശരിക്കും ഒരു ലീഡർ എന്ന് തന്നെ പറയേണ്ട വ്യക്തിയാണ്. ഈ കണ്ട നമ്മൾ കാണാറുള്ള സൺക്രോസ് ബൈക്സ്, അതുപോലെ തന്നെ റാലി, പിന്നെ ലാപ്പിയർ, ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് രാജേഷ് കല്ലറ. അപ്പോൾ Hi. Sir, I just want to ask you, because right now we are suffering from the bigger problem of bicycle tires, and at the same time the availability of the high-end bicycles. So when people are almost waiting for more than 6 months, like 1 year also people are waiting. So when this crisis will come to an end? See, for the tires, the government has started issuing the licenses. We have already got a very big license. So I think the tire problem should ease very soon. They are selecting the cases on one-to-one basis, and only two reputed companies or those companies who have a good track record, or they know that any imports would be genuine, they are giving the license. So I think the tire problem should ease soon. But as far as the high-end bicycle is concerned, there is a lot of stress in the supply chain in China and Taiwan. Nobody expected the 10 times unprecedented increase in demand, and nobody was prepared for booming or revamping their production capacities. So right now the waiting time for a lot of things has been above 1.5 years. Like you want to have the disc brakes, whether it is from Shimano or from Tektro, hydraulic disc brakes, or you want to have the drivetrain for road bikes. So the waiting time has gone up to 500 to 550 days also. So I don't think that in a very short run the supply chain will ease, because even the best and the biggest brands are unable to procure the components on time, and the demand is much, much more. I feel that this demand will be eased no more than 1.5 to 2 years about the high-end bicycles. We are fine. I mean, we have very good relation with all the top brands and all the component makers, so we don't have any shortage as such. We are fine, and we are giving what best we can. We are increasing our production capacities, but as of now we don't know about tomorrow. Nobody can predict. I think it will take considerable amount of time for the supply chain to be eased and to be normal, and the demand and supply chain to be regularized. Like Lapierre and all, when we can... We have already placed our orders to Lapierre. They are also facing the same problem like any bicycle manufacturer. So we will be getting some of the supplies against our demands very soon. They have promised us that they will start shipping our orders. I think what somebody are saying about coming July, the situation will come normal. No, simply because you see there is a second wave of COVID in India. Exactly. In Europe there is a third wave. France has already announced that lockdowns, and all the European countries are also facing the same problem. So I don't think, because bicycle is the safest mode of not catching COVID and you ride solely. It's not like a car or like a two-wheeler. So that is why the demand is more. And in all the places where lockdowns are there or gyms are closed, bicycle remains the only channel to do some exercise and to take a round. So bicycle demand I think will not ease so fast. Okay. പിന്നീട് നമ്മൾ പോയത് നേരെ വിവാഡ സ്റ്റാളിലേക്കാണ്. വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ വിവാഡ സ്റ്റാളിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഓൺലൈനിൽ കാണുന്ന ബൈസൈക്കിൾസൊക്കെ തന്നെ, പ്രത്യേകതകളൊന്നും തന്നെ ഇവിടെയും കാണാനില്ല. പിന്നീട് നമ്മൾ നേരെ പോയത് അഹോയുടെ സ്റ്റാളിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തത തോന്നിക്കുന്ന സ്റ്റാൾ തന്നെയായിരുന്നു അഹോയുടെ സ്റ്റാൾ. ഫ്രെയിമിൽ കത്തുന്ന ലൈറ്റുകൾ, ശരിക്കും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ വ്യത്യസ്തത തോന്നിക്കുന്ന ഒരു
ബൈസൈക്കിളായിരുന്നു നമ്മളിവിടെ കണ്ടിരുന്നത്. 22,000 രൂപ മുതലാണ് ഈ ഒരു ഫ്രെയിമിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്ത് ബോട്ടിൽ കേജ് വെക്കാനുള്ള പ്രൊവിഷൻസ് വരുന്നില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഞാൻ കണ്ട മോഡലിലൊക്കെ ബോട്ടിൽ കേജ് വെക്കാനുള്ള പ്രൊവിഷൻ കാണുന്നുമില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി വരുന്ന മോഡലുകൾക്ക് അവർ ചേഞ്ചസ് വരുത്തി ബോട്ടിൽ ഗേജ് ആഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ അകത്ത് അതിനെ ഒരു ഇലക്ട്രിക് ബൈക്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും രസകരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ നമ്മളോട് പറഞ്ഞത് ഓൾമോസ്റ്റ് 12,000 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ബ്രേക്ക് ലിവർ സഹിതം മാറ്റേണ്ടിയിരിക്കുന്നു. നോർമൽ ലിവറിൽ നിന്നും അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളും കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളിതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ബാറ്ററിയുടെ പവർ കൂടുന്നതനുസരിച്ച് ശരിക്കും നമുക്ക് മൈലേജും ചെറിയ വേരിയേഷൻ ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റിന് 12,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 20,000 രൂപ വരെയുള്ള കിറ്റുകൾ ഇവരുടെ കയ്യിൽ അവൈലബിളുമാണ്. ആദ്യം ഈ വണ്ടി ബാബുക്ക ഒന്ന് ഓടിച്ചു നോക്കി. അതിനുശേഷം ഞാനും ചെറുതായിട്ടൊന്ന് റൈഡ് ചെയ്തു. പിന്നീട് അവിടെ നിന്നും നമ്മൾ പോയത് ബിഗ് ബെൻ്റെ സ്റ്റോളിലേക്കാണ്. ശരിക്കും പുതിയ ഒരു സാഡിൽ മാനുഫാക്ചേഴ്സാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. അവർക്ക് നേരത്തെയും പെഡൽസും കാര്യങ്ങളുമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വ്യത്യസ്തമായ സാഡിലുകൾ, ഓർത്തോപീഡിക് സാഡിൽസ്, അതുപോലെ തന്നെ ലെതർ സാഡിൽസ്, ഇങ്ങനെയൊക്കെയുള്ള സാഡിൽസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ മാത്രമാണ് ഇത്രയും മോഡൽ സാഡിൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഒരു ഇന്ത്യൻ മാനുഫാക്ചറിൽ നിന്നും നമുക്ക് കുറേ വ്യത്യസ്തമായ സാഡിലുകളാണ് ബിഗ് ബെന്നിൽ നമുക്കുള്ളത്. അപ്പോൾ ഈ സാഡിൽസിനൊക്കെ കുറേ പ്രത്യേകത ഉള്ളതാണ്. ഓർത്തോപീഡിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലമാതിരി രീതിയിലുള്ള ഡിസൈൻസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തോട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് വികാസിനോട് ചോദിക്കാം ഇതിൻ്റെ പ്രത്യേകത. വികാസ്, ക്യാൻ യു ടെൽ മീ ദ the specialties of your saddles? Basically, we are Big Ben Group, and we are working in the market since 1965. We are holding more than 55 years of legacy, and we are the number one player. In fact, we are exporting to 30 countries also. We are making saddles for the hybrid, road, MTV, for all the models, and carrying with the like soft PUs, orthopedic recommended saddles also. We have like one brand like Spin. So our saddles are basically like, I mean, in terms of quality, in terms of like specifications, we are different, and we are a market leader. So as of now, we are, I mean, all the OEMs, like, I mean, if you talk about Hero, any other big OEM, all are taking from us. So we are a very big brand. Special saddles? Like saddles, if you talk about, so I'll just show you my brand Spin. So like, you can see the saddle. This is a broad saddle. Nowadays, people basically they are looking for comfort. And comfort basically inside the PU. This PU, the raw material, the gel, we are importing from Germany. And those raw material basically is getting used in orthopedic mattresses. So this saddle is basically recommended by orthopedic doctors also. I'll just show you the technology. So you can see the neck rest. So this is the same technology basically we have used in other saddles. So this is good for the comfort. So during cycling you can have the comfort. ഒരു 2000 ബിലോന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സീറ്റാണ്. പൊതുവെ നമ്മൾ മെമ്മറി ഫോമിനെ കൊണ്ടുള്ള സീറ്റ് വളരെ റയറാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് ആക്ച്വലി ഇറ്റ്സ് ഫ്രം ഇന്ത്യൻ, പൂര ഇന്ത്യൻ ആണ്. Totally Indian. But quality like European standard. Okay. The memory foam also you are bring In-house. This is German technology form. Okay. അതാ നമ്മുടെ ജാബിർക്ക വന്നിട്ടുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ കണ്ണൂരിലെ കുലപതി എന്ന് പറയാം. സൈക്കിളിലെ ബ്രൂക്സിൻ്റെ നമ്മുടെ ഒരു 12,000-ലാണ് ബ്രൂക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 5,000 ഒക്കെ വരുന്നുള്ളൂ. ഫുൾ ലെതറാണ് സാർ. 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 14, 15. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ജാബിർക്കാരെ കണ്ട ഒരുപാട് സന്തോഷം. മൂവാറ്റുപുഴയുടെ സൈക്കിൾ രാജാവ് ഇവിടെ ഉണ്ട്. സൽമാൻ ഒന്ന് കാണിച്ച്. തൊടുപുഴ. ഇതാരാണ്? നിഷാദ്, നിലമ്പൂർ പ്രിയ സൈക്കിൾ. നിലമ്പൂർ പ്രിയ സൈക്കിൾസ് ഉണ്ട്. പിന്നെ വേറെ ആരാ ജാബിർക്കാട് ഇവിടെ വന്നു? പിന്നെ കാസർഗോഡ്. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇപ്പോൾ ഒരുമിച്ചുണ്ട്. ഇനി ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി അങ്ങോട്ടുള്ള അടുത്ത യാത്രകൾ. നമുക്ക് അടുത്ത സ്റ്റോറിൽ പോകാം. പിന്നീട് നമ്മൾ കണ്ടത്
നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റോളാണ്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്സ് സൈക്കിൾസിൻ്റെ വീൽസ്, അതുപോലെ തന്നെ കിഡ്സ് സൈക്കിൾസിൻ്റെ ആക്സസറീസും മഡ് ഗാർഡ്സും കാര്യങ്ങളുമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ അങ്ങോട്ട് കുറേ ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചേഴ്സ് ഉണ്ട്. പിന്നീടും കാഴ്ചകൾക്ക് വലിയ പുതുമയൊന്നുമില്ലായിരുന്നു. കുറേ സ്പെയർ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ ബൈസൈക്കിൾ മാനുഫാക്ചേഴ്സിനെയും തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. അതിൻ്റെ അകത്തും വ്യത്യാസങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് സാവോ എന്ന് പറയുന്ന ബ്രാൻഡാണ്, ഓരോ സ്റ്റോളാണ്. അവർക്കും ഈ പറയുന്ന പോലെ കുറേ സ്റ്റാൻഡേർഡ് സൈക്കിൾ പോലത്തെ തന്നെ സൈക്കിളും ഗിയർ സൈക്കിൾ മോഡലും അങ്ങനെ പലമാതിരി സൈക്കിൾസ് ഉണ്ട്. മൊത്തത്തിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള രീതിയാണ് എല്ലാ സൈക്കിൾസും നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും കാണാൻ കഴിയത്തില്ല. ഈ ഒരു ബേസ് മോഡൽ സ്റ്റോളുകളിൽ നമ്മൾ എവിടെ പോയാലും സൈക്കിൾസ് എല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇവരെക്കുറിച്ചും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് പോകാം. അതുപോലെ ഷെയ്ക്കേഴ്സ് ഇങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം ഇത് മെയിൻലി ഷെയ്ക്കേഴ്സാണെന്ന് തോന്നുന്നു. നമുക്ക് ബൈസൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഇത് ഫിറ്റ്നസ്സിന് വേണ്ടി നമുക്ക് മറ്റേ എന്താ പറയുന്ന നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിന് വേണ്ടിയുള്ള ഷെയ്ക്കേഴ്സാണ് ഇതുള്ളത്. ഡു യു ഹാവ് ദിസ് ബൈസൈക്കിൾ ബോട്ടിൽസ്? നോ, യു ഡോണ്ട് ഹാവ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം പ്രോട്ടീൻ ഷെയ്ക്കേഴ്സ് അതാണ് വരുന്നത്. നമ്മുടെ ബൈസൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ഇനി അടുത്തത് RD ബൈക്സ്. ഇതും ശരിക്കും സാധാരണ സൈക്കിൾ. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗിയർ സൈക്കിൾ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇനി ഇവരൊക്കെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മതി. അതെ. അപ്പോൾ അവർ ഓൾറെഡി ഗിയർ സൈക്കിൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി വേണ്ടത് ഈ ഗിയർ സൈക്കിൾ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി ഗിയർ സൈക്കിൾസ് കിട്ടും. അതെ, ശരിയാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ നല്ല ബ്രാൻഡുകളില്ല. ശരിക്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന നല്ല ബ്രാൻഡുകളില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇവരിപ്പോഴും ചൈനയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പലതും ചെയ്യുന്നത്. അത് മെല്ലെ മെല്ലെ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്നാലും നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം. ലൈക്ക് 2 വീലേഴ്സ് എല്ലാം ഇപ്പം ഹോണ്ട, സുസുക്കി ഇവരൊക്കെ പല പാർട്സും ചൈനയിൽ നിന്നാണ് വരുന്നത് 2 വീലറിന്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നല്ലൊരു സാധനം ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് അടുത്തൊരു സ്റ്റോളിലേക്ക് പോകാം. ജിതേന്ദ്ര ഇൻഡസ്ട്രീസ്, അവരും കുറേ ബൈസൈക്കിൾസ് ഉണ്ട്. ബൈസൈക്കിളിൻ്റെ ഒരു ബൂം കാരണം എല്ലാവരും ഗിയർ ബൈസൈക്കിളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാറ്റ് ബൈക്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ആക്സസറീസും കാര്യങ്ങളും ഉണ്ട്. വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടോട്ട് കയറി കൂടുതൽ സമയം കളയുന്നില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റോൾ കണ്ടില്ലേ? കിഡ്സ് ബൈസൈക്കിൾസിൻ്റെ വീൽസ് ചെയ്യുന്ന കമ്പനിയാണ്. നല്ല കളർഫുള്ളാണ്. കിഡ്സിൻ്റെ സൈക്കിളിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള വീൽസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു സ്റ്റോളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാംബോ. ശരിക്കും ഇന്ത്യൻ ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പുതിയ പുതിയ പേരുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പുതിയ കമ്പനികളാണോ അല്ലെങ്കിൽ പഴയ കമ്പനിയാണോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. ഒരു ഷോക്ക് മാനുഫാക്ചറുണ്ട്, അതുപോലെ തന്നെ പമ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബൈസൈക്കിൾസിൻ്റെ വന്നിട്ട് കോമ്പോണൻസും കാര്യങ്ങളുമൊക്കെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ അലോയ് ഫ്രെയിം മാനുഫാക്ചേഴ്സിനെ കണ്ടു, ഡബിൾ ട്രസ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നവരോട് ചോദിച്ചിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയുമില്ല. ഫ്രെയിം സൈസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ടയർ സൈസ് പറയുന്നു. അങ്ങനത്തെ ഒരു ആളുകളെയാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ അവർ കഴിഞ്ഞില്ല. നമ്മൾ ഇത്രയും നേരം നടന്നിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത് പല തരത്തിലുള്ള ബൈസൈക്കിൾ മാനുഫാക്ചേഴ്സിനെ മാത്രമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രീതിയിൽ പുതുമയോടുകൂടി ഗിയർ ഷിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ എൻഡ് എന്ന് പറയുന്നില്ല, അതേ രീതിയിലുള്ള ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നോ കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്നതുമായ ഒരു കമ്പനിയും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈസൈക്കിൾ എക്സിബിഷൻ ആയിട്ട് പോലും അതിൽ വേറെ ഒന്നുമില്ല സാർ. കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് ഈ റൈഡ് ഏഷ്യ എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പാണ് നടന്നത്. അന്ന് ഇന്ത്യനിലെ റൈഡ് ഏഷ്യയിൽ
പുറത്തുള്ള കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നൊക്കെ കുറേ മാനുഫാക്ചേഴ്സൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടില്ല. പുറത്തുനിന്ന് ആരുമില്ല, വെറും ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയ ടെക്നോളജികളൊന്നും കാണാൻ കഴിയുന്നില്ല നമുക്കിവിടെ. നമ്മളാകെ കണ്ടത് ആ ഒരു മോട്ടോർ വെച്ചൊരു സാധനം, അത് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, ഒരു പ്രാക്ടിക്കൽ അല്ല. അതെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു സാധനം ഉണ്ട് എന്ന് പറയാനുള്ള അത് നമുക്ക് സിൻസിയറായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ കേൾക്കുന്നവരോട് എന്തെങ്കിലും അതിനു വേണ്ടി പറയാം, പക്ഷേ റിയലായിട്ട് പറയാൻ പറ്റില്ല. ഇല്ലല്ലോ. എന്താണ് അതുപോലെ തന്നെ ഗ്ലാഡിയേറ്റർ എന്താണ് ലീഡർ സൈക്കിൾസ് മറ്റൊരു കൗണ്ടറാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വ്യത്യസ്തതകളൊന്നും കാണാനില്ല. കുറേ ഗ്രാഫിക്സിൽ കുറേ ഗിമ്മിക്കുകൾ കാണിച്ചിട്ടുള്ള കുറേ സൈക്കിൾസ്, ഗ്രാഫിക്സിൻ്റെ അതും പേരിൻ്റെ അതും മാത്രമാണ് വ്യത്യാസമുള്ളത്. വേറെ ഒരു കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. ഇവരുടെ ഹാൻഡിൽ ബാറൊക്കെ കണ്ടില്ലേ, പക്ക ഒരു ചാത്തൻ സാധനം പോലല്ലേ, കണ്ടില്ല? അതൊക്കെ ഹെഡൊക്കെ എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മൾ വളരെ മോശമാക്കി പറയല്ല, പക്ഷെ എന്നാലും ഉള്ളത് നമ്മൾ പറയണല്ലോ. അയൺ ഹൈഡ് ബൈക്സ്. അടുത്ത അയൺ ഹൈഡ് ബൈക്സ്. നമ്മൾ അടുത്തൊരു സ്റ്റാളാണ് കാണുന്നത്, അയൺ ഹൈഡ് ബൈക്സ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറാം, കാര്യം എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാര്യം ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് നമുക്കവിടെ മുന്തിരിയുണ്ട്, അത് തിന്നാൻ പറ്റും. ആദ്യം നമുക്ക് സിംഗിൾ സ്പീഡ് സൈക്കിൾ കാണാം. വെളുത്ത മുന്തിരി ഉണ്ട്, സിംഗിൾ സ്പീഡ് സൈക്കിളുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ബൈക്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ നോർമലി നമുക്ക് എല്ലായിടത്തും എവിടെ പോയാലും കാണുന്ന സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് കാണുന്നത്. इंडियन मेड और इंडियन मेड है सर, फुल्ली इंडियन मेड है. फुल्ली नहीं, कुछ स्पेयर पार्ट्स बाहर से है. व्हाट अबाउट द फ्रेम इंडियन है सर, फ्रेम इंडियन है, सस्पेंशन इंडियन है, टायर इंडियन है, आपका सीट इंडियन है. അപ്പോൾ ഒരു ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് ബൈസൈക്കിൾ എന്നാണ് അവർ പറയുന്നത്. 80% सर इंडियन, 20% इज इम्पोर्टेड. 20% क्या 20% में एक आपका ये हैंडल आ जा रहा है, शिफ्टर आ जा रहा है सर, जो आपका गियर शिफ्टर है ये चीज़. सेकेंडली आपका ये हब है, इम्पोर्टेड है. एंड देन व्हाट अबाउट गियर सिस्टम फ्रॉम Shimano, and this is imported from Indonesia. Yes, and this is original sir, not first copy second copy product. This is original authentic. इसका मतलब फर्स्ट कॉपी सेकंड कॉपी है एक्चुअली Shimano में. हाँ, but that is not by the Shimano. They don't sell it. Shimano इंडिया में भी मैन्युफैक्चर कर रहा है? No sir. No. कॉपी भी इंडिया में नहीं है, चाइना से आता है. इंडिया में कोई गियर नहीं, स्किलफुल का गियर बनता है इंडिया में. कहते क्या मुझे? Yeah, please sir, it's for you only. How much is the cost of this bike? This bike is, I can tell you now only MRP, not the selling or the DP price. That is MRP is 21,999. 21,000 ഒരു ഫാറ്റ് ബൈക്കാണ് നിങ്ങൾ കാണുന്നത്. Original. ഇത് ഷിമാനോ ഗിയേഴ്സ് ആണ് വരുന്നത്. ക്രാങ്കോ കാര്യങ്ങളൊന്നും ഷിമാനോ അല്ല, എന്നാൽ ഗിയർ കോമ്പോണൻസ് എല്ലാം ഷിമാനോ തന്നെയാണ് വരുന്നത്. And with water decals, it won't go sir. We give guarantee. വാട്ടർ ഡീക്കൽ സ്റ്റിക്കറാണ് വരുന്നത്. 21,000. 21,000. MRP, not the selling price. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത സ്റ്റോളിലേക്ക് പോകാം. ഒറ്റ നോട്ടത്തിൽ ട്രക്കാന്ന് വിചാരിക്കും അല്ലേ? തെറ്റിദ്ധരിക്കേണ്ട, ട്രക്കല്ല, പ്രോട്ടക്കാണ്. തിങ്കളാഴ്ച പറ. ഇവിടെ നമുക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ സൈക്കിൾസ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. PRO ട്രക്ക്, പ്രോ ട്രക്ക് ബൈക്സ്. പിന്നീട് നമ്മൾ നേരെ കയറിയത് റോൾ സെൻറ്റർ സ്റ്റാളിലേക്കാണ്. ശരിക്കും അവിടെ കുറേ ടൂ വീലർ ടയേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈസൈക്കിൾ ടയേഴ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ഈ ഒരു ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ടയേഴ്സുകളൊന്നും, അതായത് ഇമ്പോർട്ടർ നിരോധിച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ആവശ്യമുള്ള ടയേഴ്സുകളൊന്നും അവരുടെ കയ്യിലും സ്റ്റോക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അതായത് ബാറ്ററി സൈക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് ആളുകൾ തടി കൂടിയിട്ട് സൈക്കിളിലേക്ക് വന്നു. എന്നാൽ ഇന്ന് ആൾക്കാരെ സൈക്കിളിൽ തന്നെ മടിയന്മാരാക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഇ ബൈക്ക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കാണുന്ന ഇ ബൈക്ക് അല്ലാതെ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ വലിയ ബോക്സ് പോലത്തുള്ള സാധനം പോലെ ബാറ്ററിയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെയുള്ള കുറേ ഇ ബൈക്സുകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ അധികം പോയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരക്കി നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ബാംബു സൈക്കിൾസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബാംബു സൈക്കിളാണെന്ന് കാണേണ്ടത്. വരുന്നത് അലൂമിനിയമാണ്, അതിൻ്റെ ഫോർക്ക് വരുന്ന അലൂമിനിയമാണ്, ബാക്കിയെല്ലാം ബാംബു ആണ് വരുന്നത്. ഗോദ്രേജ് എന്നുള്ള ബ്രാൻഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്.
How much is the MRP of this? 40,000 ആണ് ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ നമ്മളിവിടെ കണ്ട മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫയർ ക്യാച്ചർ. ഇത് ശരിക്കും ഫാറ്റ് ബൈക്സ് അതുപോലെ തന്നെ ഫോൾഡിങ് ഫാറ്റ് ബൈക്സ് ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്തൊരു മോഡലാണ് ഈ ഫാറ്റ് ബൈക്ക് എന്നൊക്കെ പറയുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ ഇത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. റൈഡ് ഏഷ്യ എക്സിബിഷൻ ഇവിടെ കൊണ്ട് കഴിയുകയാണ്. നമുക്കിനി നമ്മുടെ കുറച്ച് സീനിയറായിട്ടുള്ള സ്റ്റോറുകാരുണ്ട് കേരളത്തിൽ. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ഒരു എക്സിബിഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. കാര്യം കഴിഞ്ഞ 5-6 എത്ര വർഷമായിട്ട് ജാബ്രിക്കൊക്കെ ഒരു ഇതിന് എക്സിബിഷൻ വരുന്നുണ്ട്? ഞാനിപ്പോൾ 5-8 കൊല്ലമായി. 5-8 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള എക്സിബിഷൻ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ജാബ്രിക്കൊക്കെ മനസ്സിലാവും ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്. എന്താ ജാബ്രിക്ക് പറയാനുള്ളത്? ഇൻഡസ്ട്രിയിൽ മാറ്റം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എക്സിബിഷനിൽ വരുമ്പോൾ നമുക്ക് ഹൈ എൻഡ് സൈക്കിൾസും ഇതൊന്നും കാണാറില്ല. നമ്മൾ സാധാരണയുള്ള കോമൺ ആയിട്ടുള്ള സൈക്കിൾസ് മാത്രമേ ഉള്ളൂ. അതിലുള്ളൊരു വ്യത്യാസം അതിൽ നിന്ന് വേറെ മെച്ചപ്പെട്ടിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൾ മാറുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ സൈക്കിളിൻ്റെ കളറും മാറുന്നു, അതുപോലെ തന്നെ സ്റ്റാളിൽ നിൽക്കുന്ന സ്ഥലവും മാറുന്നു. ഓൾമോസ്റ്റ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, ശരിയല്ലേ? അതെ അതെ. എന്നുവെച്ചാൽ ഇപ്പം നാസർക്ക പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇതുപോലെ നമ്മളൊരു പ്രൊഫഷണൽ സൈക്കിൾസിൻ്റെ ഒരു രീതിയിലേക്കൊന്നും ആരും മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇത് വരുന്നത്. സാധാരണ പണ്ട് എങ്ങനെയാണോ ഉള്ളത് അത് പറഞ്ഞ പോലെ അതിൻ്റെ കുറേ ഡിസൈൻസും കാര്യങ്ങളും മാറിയെന്നല്ലാണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രി ഇന്ത്യയിൽ അധികം ആൾക്കാർ മാറിയിട്ടില്ല. ഹൈ എൻഡ് ആയിട്ടില്ല. ടെക്നോളജി ഇതുവരെ മാറിയിട്ടില്ല. സൈക്കിളിൻ്റെ കളറ് മാറി, കളർഫുള്ളായി. അതായത് അനുകരണം വന്നു. മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന സൈക്കിളായിട്ട് അനുകരിച്ചു അതിൻ്റെ കളറിലേക്ക് കൊണ്ടുവന്നതല്ലാതെ ആ ഒരു പെർഫോമൻസ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരിക്കലും ഇന്ത്യൻ സൈക്കിൾസ് വന്നിട്ടില്ല. നമ്മുടെ ഇനി അടുത്ത നമുക്ക് കാസർഗോഡ് സൈക്കിൾ കമ്പനി. എത്ര ആളായിട്ട് നിങ്ങൾ എക്സിബിഷൻ വരുന്നുണ്ട്? 5-8 വർഷമായിട്ട് എക്സിബിഷൻ വരുന്ന ആളാണ്. അപ്പം പുള്ളിയുടെ നമുക്ക് ചോദിക്കാം എന്താണ് പുള്ളിക്ക് പറയാനുള്ളത്. എനിക്കും പറയാനുള്ളത് തന്നെ, അതായത് ഈ പറഞ്ഞ പോലെ കളർഫുൾ അതിനുള്ളൂ സൈക്കിൾ. അതിപ്പോൾ വേറെ മാറ്റമൊന്നും കാണുന്നില്ല. കമ്പനി കുറേ കൂടുതൽ കമ്പനി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പത്തെ പോലെ ഇല്ല. കുറേ കമ്പനി കുറേ കളർഫുള്ളായിട്ടുള്ള സൈക്കിൾസും വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് നിഷാദ് ഭായ് ഉണ്ട്, പ്രിയ സൈക്കിൾസ് നിലമ്പൂർ. അദ്ദേഹത്തോട് ചോദിക്കാം, ശരിക്കും നിങ്ങൾ 8 വർഷമായില്ലേ? ഇവർ 3 പേരും കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരുമിച്ച് ഇതുപോലുള്ള എക്സിബിഷൻ സ്ഥലങ്ങളിൽ പോയി കറങ്ങി നടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എന്താ ഒരുപാട് സ്റ്റാളുകളുണ്ട്, ആ സ്റ്റാളുകൾ മാറുന്നു, അവരുടെ ഗ്രാഫിക്സ് മാത്രം മാറുന്നു, ക്വാളിറ്റി എല്ലാം സെയിം തന്നെ. ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഇല്ല. കമ്പനീസ് കൂടി പുതിയ നമുക്ക് ഇപ്പോഴത്തെ ഒരു സപ്ലൈ ഷോർട്ടേജ് കൊണ്ട് ഒരുപാട് നോൺ ബ്രാൻഡഡ് കമ്പനികൾ വന്നിട്ടുണ്ട്. അതെന്താ സ്റ്റിക്കറുകൾ മാറുന്നു. അതായത് ഞങ്ങളിവിടെ ഞാനും നാസർ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഈ എക്സിബിഷനിൽ ഒരൊറ്റ കൗണ്ടറും നമ്മുടെ ഹീറോൻ്റെതില്ല, അറ്റ്ലസ് ഇല്ല, BSA ഇല്ല. അറ്റ്ലസ് സ്റ്റോപ്പ് ഓക്കെ, BSA ഇല്ല. പിന്നെ അങ്ങനത്തെ ഹെർക്കുലീസ് അങ്ങനത്തെ നമുക്ക് ഫെമിലർ ആയിരിക്കുന്ന അതെന്തുകൊണ്ട് അവരൊന്നും ഈ ഇവിടെ ഇങ്ങനത്തെ എക്സിബിഷനിൽ വരാതിരിക്കുന്നു? മുമ്പ് വന്നിരുന്നു, മുൻപുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സപ്ലൈ ഷോർട്ടൊന്നും ഈ ക്രൈസിസ് കൊണ്ടായിരിക്കാൻ തോന്നുന്നു. കാരണം അവർക്ക് പുതിയ പ്രോഡക്ട്സ് കാണത്തില്ല. അതാണ് അത്. മാത്രമല്ല അവർക്ക് ഓർഡർ കിട്ടിയിട്ട് കാര്യമില്ല, അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇതൊന്നും ഇപ്പം ഈ ഗിയർ സെഗ്മെന്റ് ഒന്നും ഇപ്പം ഇതില്ല, പ്രൊഡക്ഷൻ ഇല്ല. അത് ഒരു കാരണമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മൾ റൈഡ് ഏഷ്യ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓവറോൾ എത്ര മാർക്ക് കൊടുക്കാം നമുക്ക്? ഒരു ഔട്ട് ഓഫ് 10 എത്ര മാർക്ക്? ഔട്ട് ഓഫ് 10 ഒരു 6 കൊടുക്കാം. ഫ്രാങ്ക്ലി ഒരു 5 മാർക്ക്. എല്ലാവരും ഓക്കെ. ഇവരുടെ എക്സ്പേർട്സിന്റെ അഭിപ്രായം 5 ആണ്. അതിൽ കൂടുതൽ നമ്മൾ എന്തായാലും കൊടുക്കില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറെ എക്സ്പീരിയൻസ് ആയി, നമ്മളെല്ലാവരും കണ്ടു കുറെ പുതുതായിട്ടൊന്നും പുതിയ പ്രോഡക്റ്റുകളൊന്നും ഇല്ല. അതെ. അപ്പോൾ എന്നാലും ഓക്കെ, നമ്മൾ സൈനിങ് ഓഫ്. താങ്ക് യു.